ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഞണ്ട് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം അച്ഛൻ കുറച്ച് നല്ല ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് നമ്മൾ പായസത്തിന് വേണ്ടി മേടിച്ചതാണ്, പാക്കറ്റ് തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് ബാക്കി വന്നത് ഞാൻ വിചാരിച്ചു എന്നാൽ ഞണ്ട് കറിയിൽ ഒഴിച്ചിട്ട് വെക്കാനേ. അങ്ങനെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അത് ഞണ്ടിലേക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണേ. അതിനുശേഷം ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. ഇനി ഇതിലേക്ക് 1.5 കഷ്ണം ഉള്ളിയും അതുപോലെ തന്നെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞണ്ട് കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ കടൽ ഞണ്ടിനേക്കാളും നല്ലത് കുഴഞ്ഞണ്ടാണ് കേട്ടോ. അതിനായിരിക്കും കുറച്ച് ടേസ്റ്റും ഉണ്ടാവുക, മീറ്റും അതിനായിരിക്കും കുറച്ച് കൂടുതലുണ്ടാവുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കടൽ ഞണ്ടാണേ. അങ്ങനെ നമ്മൾ നേരത്തെ മുളക് പൊടി ചൂടാക്കി അതേ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളിയും കൂടി ഇടുവേ. ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ഞണ്ടും കിട്ടി, അതുപോലെ തന്നെ ഒരു പാക്കറ്റ് പാലും ഉള്ളതുകൊണ്ട് ഒരു കറിയാക്കി എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ. ഞണ്ട് കറി പച്ചത്തേങ്ങ അരച്ചിട്ടും അതുപോലെ തന്നെ വറുത്തരച്ചിട്ടും പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ വെക്കാറുണ്ട്. എനിക്ക് കൂടുതലിഷ്ടം വറുത്തരച്ചിട്ട് വെക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നില്ലേ, അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടാന്നൊരു ചൊല്ലുണ്ടേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നത് ഞണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പം നമുക്ക് വേറൊരു കറീൻ്റെ ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ചൊല്ല് സാധാരണ എല്ലാവരും പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ഞണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഞണ്ടിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കലേ. കഴുകലും എല്ലാം ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും കഴുകി തന്നാൽ കറി വെക്കും, അതുപോലെ തന്നെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യുവേ. അങ്ങനത്തെ ഒരു സംഭവമാണിത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞണ്ടും ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് കറി തിളച്ച് കൂടുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കേട്ടാ. അതിനുശേഷം ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി ഞണ്ട് കറി ഒന്നുകൂടി ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഫുഡ് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കാരണം നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ഇടണം, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.